ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കും ശ്രദ്ധയ്ക്കുമായി നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വേദചിന്തകൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. The Epistle of St. Corinth, chapter 11, verses begins from 16 up to 33. പ്രത്യേകിച്ച് അതിൻ്റെ 29-ാമത്തെ വാക്യത്തിന് മുഖ്യമായ ഊന്നൽ നൽകുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 29-ാമത്തെ വാക്യം ഈ നാളുകളിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വചനമായി നാം എടുക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ സാക്ഷ്യമാണ്. സ്വജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് കൊരിന്ത്യ സഭയെ ബലപ്പെടുത്തുന്ന വലിയ സാക്ഷ്യത്തിന്റെ ഒരു വാക്യമാണ് 29-ാമത്തെ വാക്യം. ആർ ബലഹീനായിട്ടും ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ടും ഞാൻ അഴല് ഇല്ലാതെ ഇരിക്കുന്നു. We speak, but I am not weak. We is made to stumble, but I do not burn with indignation. കുറച്ചുകൂടെ ഹൃദയസ്പർശിയായ ഒരു ഒരു വേദഭാഗം ഇതിൻ്റെ സുറിയാനി ഭാഷാന്തരമാണ്. പ്രസിദ്ധ വേദപുസ്തകത്തിൽ കുറച്ചുകൂടെ ഹൃദയസ്പർശിയായ ഒരു ഒരു എഴുത്ത് നമ്മൾ കാണുന്നു. അതിങ്ങനെയാണ്: ആരെങ്കിലും ദുർബലനായാൽ ഞാൻ അതിൽ പങ്കുചേരുന്നില്ല, ആരെങ്കിലും ഇടറുന്നുവെങ്കിൽ എനിക്കതിൽ ധർമ്മരോഷം ഉണ്ടാകുന്നുമില്ല. ഇതാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഈ നാളുകളിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന വലിയ ബലമാണ് ദ പേഴ്സണൽ ടെസ്റ്റിമണി ഓഫ് സെന്റ് പോൾ. പൗലോസ് അപ്പോസ്തലന്റെ ഈ വലിയ സാക്ഷ്യം. We speak, but I am not weak. ആർ ബലഹീനനായാലും ഞാൻ ബലഹീനനാകുന്ന വിഷയമില്ല എന്ന ആത്മധൈര്യത്തോടെ നമുക്കൊക്കെ പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ച് ചേർത്ത് ആക്കി വെച്ചിരിക്കുന്നത്. കൊറോണ കാലത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ വാക്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. We speak, but I am not weak. We is made to stumble, but I do not burn with indignation. പൗലോസ് അപ്പോസ്തലൻ കണ്ണുനീരോടെ എഴുതിയ ഒരു ലേഖനമെന്നാണ് 2-ാം കൊരിന്ത്യ ലേഖനത്തെ പറ്റി എഴുതപ്പെടുക. നീണ്ട 18 മാസം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ 2-ാം മിഷണറി യാത്രയുടെ ഭാഗമായി, പ്രത്യേകിച്ച് പേഴ്സണലായി വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെയും നൊമ്പരങ്ങളുടെയും പീഡനങ്ങളുടെയും ഒക്കെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ വളരെ കണ്ണുനീരോടെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയും We speak, but I am not weak. ആരൊക്കെ ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന് പറയുന്ന ഈ വാക്യം ലോകത്തിനായി വേദപുസ്തകത്തിൽ എഴുതി ചേർത്തത്. ഇത് എഴുതുന്നത് കൊരിന്ത്യ നഗരത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന അക്കാ പട്ടണത്തിൽ വെച്ചാണ്. അക്കാ പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലൻ നേരിടുന്ന പ്രതിസന്ധികൾ സമാനതകൾ ഇല്ലാത്തതാണ്. നിരവധി പ്രശ്നങ്ങൾ, എ ചെയിൻ ഓഫ് പ്രോബ്ലംസ്, ഒരിക്കലും അസ്തമിക്കാത്ത പ്രശ്നങ്ങളുടെ നടുവിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് We speak, but I am not weak. ആരൊക്കെ ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന സന്ദേശം നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 1-ാം ലേഖനം 1-ാം അധ്യായം 11 മുതൽ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിരൂക്ഷമായ ചേരിനിരവുകൾ നിലനിന്നിരുന്ന കൊരിന്ത്യ സഭയെ പറ്റി നമുക്കറിയാം. ശക്തമായ വിജാതീയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭയെന്ന് 2 ലേഖനങ്ങളും പഠിക്കുമ്പോൾ നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഏറെ സഹിക്കേണ്ടി വന്നുവെന്നും ആ ലേഖനം പറയുന്നുണ്ട്. 2-ാം കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം. പൗലോസ് അപ്പോസ്തലന്റെ മുഖത്ത് നോക്കി അവർ വിളിക്കുന്നു, കപട നാട്യക്കാരനായ അപ്പോസ്തലനാണ് താങ്കളെന്ന്. ദ പേഴ്സണൽ ഹ്യൂമിലേഷൻ, വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ നടുവിലൂടെ അപ്പോസ്തലൻ കടന്നു പോകും. 2-ാം കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോഴോ ശാരീരികവും മാനസികമായി അപ്പോസ്തലൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹാരാസ്മെന്റ്. ഇതിന്റെ എല്ലാം മധ്യത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത് We speak, but I am not weak. ആർ ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന ശക്തമായ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്.
നാം ഒക്കെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. നാം പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വിജയത്തിന്റെ ഒരു ജൈത്രയാത്ര ആരാലും തടയാതെ ഇങ്ങനെ കടന്നുപോയപ്പോ ഇതെവിടെങ്കിലും തട്ടി നാം ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് ഒരിക്കലും ചിന്തിച്ചവരല്ല. പക്ഷെ ഇപ്പോൾ നിശ്ചലമാകുന്നു ലോകം മുഴുവൻ. എയർപോർട്ടുകളൊക്കെ നിശ്ചലമായി, എല്ലാ മേഖലകളിലും നിശ്ചലമായി, സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സ്വന്തം വീടുകളിൽ പോലും ഒറ്റയ്ക്ക് പാർക്കുന്നവരുടെ മൗനനൊമ്പരങ്ങൾ വളരെ വളരെ ശക്തമായി വളരുകയാണ്. ലോകം മുഴുവനും വളരെ ഭയാശങ്കയോടെ നമ്മെ തുറിച്ചു നോക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, സമാനതകളില്ലാത്ത. റിസഷനെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷെ സമാനതകളില്ലാത്ത പ്രയാസങ്ങളുടെ പ്രതിസന്ധികളൊക്കെ നടുവിലൂടെ നാം ഇങ്ങനെ കടന്നു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ പ്രഭാതം ഈ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തുമോ? വി സ്പീക്ക് ബട്ട് ഐ ആം നോട്ട് വീക്ക്. അതെ, തിരിഞ്ഞു നോക്കുമ്പോ പ്രതീക്ഷ നിർഭരമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒന്നെങ്കിൽ വിദേശത്ത് പ്രയാസമുണ്ടെങ്കിൽ നാട്ടിനെ ഓർത്ത് ആശ്വസിക്കാമായിരുന്നു, നാട്ടിൽ പ്രയാസമുണ്ടെങ്കിൽ വിദേശത്തെ ഓർത്ത് ആശ്വസിക്കാമായിരുന്നു. ഇപ്പൊ രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്. രണ്ടു മേഖലകളിലും ഒരുപോലെ സംഘർഷാത്മകത നേരിടുമ്പോൾ നാട്ടിലുള്ളവർക്ക് നിങ്ങളെ പറ്റി പ്രയാസം, അവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങളെ പറ്റി പ്രയാസം. PPE കിറ്റൊക്കെ ധരിച്ചെന്ന നാട്ടിൽ വന്നു കളയാമെന്ന് വിചാരിച്ച നാട്ടിൽ അതിനേക്കാൾ വലിയ പ്രശ്നം. അങ്ങനെയാണ് ഈ വിഷയത്തെ തരണം ചെയ്യുവാൻ കഴിയുക എന്ന് കഴിയാതെ അടലുന്ന ഒരു വിശ്വാസ സമൂഹമായി നാം മാറുമ്പോൾ മാറ്റമില്ലാത്ത ദൈവം ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം നമ്മോട് കൃത്യമായി ഇടപെടുകയാണ്. We speak but I am not weak. ആര് ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ തലമാണ്. മാനസിക പിരിമുറുക്കങ്ങൾ നമുക്ക് ധാരാളമുണ്ട്, ഒറ്റപ്പെടലുകൾ ധാരാളമായിട്ടുണ്ട്, അവഗണനകൾ ധാരാളമായിട്ടുണ്ട്. ആരും തളർന്നു പോകും. ഇറ്റ്സ് എ ക്വയറ്റ് നാച്ചുറൽ തിങ്. അതിനകത്ത് ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുഴപ്പമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക? വാട്ട്സ് അവർ എക്സ്പെക്ടേഷൻസ്? നല്ല ചോദ്യമാണ് അച്ഛൻ്റെത്. പ്രതീക്ഷയുടെ ഒരു നീണ്ട പട്ടിക നമ്മുടെ കയ്യിലുണ്ട്. ദൈവത്തെ കണ്ടാൽ ചോദിക്കുവാനൊക്കെ ഒരു സുദീർഘമായ പട്ടികയുമായി നാം ജീവിക്കുകയാണ്. അഗെയിൻ ഐ റിപ്പീറ്റ്, വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻ? നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള നമ്മുടെ പ്രതീക്ഷകൾ എന്താ? നീ അനുഗ്രഹങ്ങൾ മാത്രമല്ലേ പ്രതീക്ഷിച്ചുള്ളൂ? ദൈവം തന്നെ മുഴുവനായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. ബിലീവ് മീ, ദൈവം നമ്മെ പൂർണ്ണമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അതാണ് പരിശുദ്ധ റൂഹ എന്ന കാര്യസ്ഥൻ. ആ വലിയ മഹാശക്തിയാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ആദിമസഭയുടെ പീഡനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും വേദനകളുടെയും തിരസ്കരണങ്ങളിലൊക്കെ മധ്യത്തിൽ അവരെ ബലപ്പെടുത്തിയത് ഈ മഹാശക്തിയാണ്. ബലപ്പെടൽ ഒരു ശാരീരിക പ്രക്രിയയാണെന്ന ഇതുവരെ ധരിച്ചത്. അതുകൊണ്ടാണ് നാം പുഷപ്പ് എടുത്തത്. പുഷപ്പിന്റെയും സിക്സ് പാക്കിന്റെയും ഒക്കെ ലോകത്ത് ബോഡി മെയിൻ്റനൻസ് എന്നതിനെ പറ്റി നമ്മൾ ആകാംക്ഷപ്പെട്ടത്. പക്ഷെ ഇന്ന് ദൈവം നമ്മെ തിരുത്തുന്നു. ബലപ്പെടൽ ഇസ് നോട്ട് എ ഫിസിക്കൽ പ്രോഗ്രാം, ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോഗ്രാം. ബലപ്പെടൽ എന്നത് ഒരു ആത്മീയപരമായ ദൗത്യമാണ്, നിയോഗമാണ്. ഇതാണ് നമുക്ക് ഈ കൊറോണ കാലത്ത് ഈ ലോകത്തിന് നൽകാനുള്ള വലിയ സന്ദേശം. ലോകത്തിലിപ്പോൾ പലതും നൽകുന്നുണ്ട്. സാനിറ്റൈസേഴ്സ്, മാസ്ക്, TV, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഇങ്ങനെ നാടായി വിതരണം ചെയ്യുകയാണ്. നല്ലത്, അത് കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു കറതീർന്ന ക്രൈസ്തവൻ എന്ന നിലയിൽ ഈ നാളുകൾ നമുക്ക് ലോകത്തിന് കാഴ്ചവെക്കാനുള്ള ദ മിനിസ്ട്രി ഓഫ് എംപവർമെന്റ് എന്ന, ദ മിനിസ്ട്രി ഓഫ് എംപവർമെന്റ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് എൻകറേജ്മെന്റ്. ഈ രണ്ട് തലങ്ങളാണ് ഇന്ന് ഈ കാലത്തിന് നമുക്ക് നൽകാനുള്ള, പകരം വെക്കാൻ കഴിയാത്ത. ദാറ്റ്സ് ദ യുണീക്നെസ് ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ സമാനതകളില്ലാത്ത ഒരു വലിയ ദൗത്യമാണ് നമുക്ക് നൽകുവാനായി സാധിക്കുന്നത്. നാം തിരിച്ചറിയേണ്ട രണ്ട് സത്യ തലമുണ്ട്. നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്തിനാ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണെന്ന് മറക്കണ്ട. നാം ബലപ്പെടുന്നത് എന്തിനാ? മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആയത്തിലാണ് ഇന്നത്തെ വേദഭാഗം നിലനിന്നത്. പൗലോസ് അപ്പോസ്തലൻ ബലമാർജിക്കുകയാണ്.
വലിയ തിരസ്കരണങ്ങൾ, ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹ്യൂമിലേഷൻസ്, ഹറാസ്മെന്റ്സ്, ഇതിന്റെ എല്ലാം നടുവിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഹു ആർ വീക്ക് ബട്ട് ഐ ആം നോട്ട് വീക്ക്. ആര് ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന വലിയ സന്ദേശം ഉയർത്തുകയാണ്. ഇതെങ്ങനെയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് സാധിക്കുക? ഇത് മാനുഷികമായി നമുക്ക് സാധിക്കുന്ന ഒരു പ്രക്രിയയാണോ? നമുക്ക് ശ്രദ്ധിക്കാം ഈ പ്രഭാത ധ്യാനത്തിലൂടെ ഈ വേദഭാഗത്ത് ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ യെസ് യു ക്യാൻ, നമുക്ക് എല്ലാവർക്കും സാധിക്കും. എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിക്കും സാധിക്കും. പക്ഷെ 4 തരം പ്രതിരോധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 4 types of defenses ഈ വേദഭാഗത്തുണ്ട്. 4 തരം പ്രതിരോധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് the great motto, who is weak but I am not weak, I do not stumble with indignation എന്ന് പറയുന്ന ആ വലിയ വാക്യം നമ്മൾ ഉണ്ടാകണമെങ്കിൽ 4 types of defenses, 4 തരം പ്രതിരോധങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഈ 4 തരം പ്രതിരോധങ്ങളെ പറ്റിയാണ് ഈ പ്രഭാത ധ്യാനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമത് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേലിയരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ചോദിക്കുകയാണ്, അവർ എബ്രായരാണെങ്കിൽ ഞാനും അങ്ങനെയാണ്, അവർ മിസ്രയീമരാണെങ്കിൽ ഞാനും അങ്ങനെയാണ്, അവര് അബ്രഹാമിന്റെ സന്തതിയെങ്കിൽ ഞാനും അങ്ങനെയാണ്, അവർ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാനും അങ്ങനെയാണ്. ഈ വേദഭാഗം വായിച്ചു പോകുമ്പോൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒരുപക്ഷെ നാം പ്രവേശിക്കപ്പെടണമെന്നില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ നേരിട്ടിരുന്ന 4 തരം പരിഹാസങ്ങളോടുള്ള ഉത്തരങ്ങളാണ്. അന്നത്തെ കൊരിന്ത്യ സഭയിലെ പ്രമാണിമാർ പൗലോസിനെ ഉൾക്കൊള്ളാതിരുന്ന ആ കാലഘട്ടത്തിലെ റിലീജിയസ് ലീഡർഷിപ്പ്, ഹു ഈസ് യു എന്ന ചോദ്യം ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് പൗലോസിന്റെ കുറവുകളൊക്കെ എണ്ണിത്തിറക്കുകയാണ്. ഒന്നാമതായിട്ട് ചോദിക്കുന്നത്, നീ എബ്രായനാണോ? നിനക്കെങ്ങനെയാണ് എബ്രായൻ എന്ന് പറയാൻ കഴിയുക? കാരണം എബ്രായ ഭാഷയായിരുന്നല്ലോ യഹൂദന്മാർ സംസാരിച്ചിരുന്നത്. എന്നാൽ പാലസ്തീന്റെ പുറത്ത് എബ്രായ ഭാഷയായിരുന്നില്ല സംസാരിച്ചിരുന്നത്. പാലസ്തീന്റെ പുറത്ത് ഗ്രീക്ക് ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പാലസ്തീന്റെ പുറത്തുനിന്ന് വന്ന ആളാ. അപ്പൊ അതാണ് ചോദിക്കുന്നത്, നീ എബ്രായനാണോ എന്ന ചോദ്യം പരിഹാസയോടാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ പലസ്തീന്റെ പുറത്തുള്ള ആളുകളോട് ആ ആളുകൾക്ക് പരമ പുച്ഛമായിരുന്നു കേട്ടോ. അവരോട് പൗലോസ് പറയുന്നത്, നീ എബ്രായനാണ്, ഞാനും അതെ, ഞാൻ തർസൂസിൽ ജനിച്ചു വളർന്നുവെങ്കിലും ശ്രേഷ്ഠമായ റോമ പൗരത്വവും പുരാതന പാരമ്പര്യവും ഭാഷാ നൈപുണ്യവും വചനത്തിന്റെ അറിവും എനിക്കുണ്ട്. ഐ എം നോട്ട് വീക്ക്, ഐ എം സ്ട്രോങ് എന്ന് പറയുന്ന ഉത്തരം അപ്പോസ്തലൻ നൽകുകയാണ്. രണ്ടാമതായിട്ട് ചോദിക്കുന്നത്, നീ ഇസ്രായേലിയനാണോ? അത് വലിയ ചോദ്യമാണ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ജനതയാണല്ലോ ഇസ്രായേലിൻ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇതിന് പുറത്തുള്ള ആളെന്ന നിലയിലാണ് ചോദിക്കുന്നത്, നീ ഇസ്രായേലാണോ? അതിന് പൗലോസ് അപ്പോസ്തലൻ ഗംഭീരമായ ഒരു മറുപടി പറയുന്നുണ്ട്. ഫിലിപ്പിലെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഗംഭീരമായ മറുപടി പറയുന്നുണ്ട്. എന്താ? മറ്റാരെ പോലെ ഞാനും കറദിന ഇസ്രായേലിയൻ എന്ന് നിസ്സംശയം സാക്ഷിക്കുകയാണ്. വളരെ കോൺഫിഡൻസോടെ സാക്ഷിക്കുകയാണ്. മൂന്നാമതായിട്ട് ചോദിക്കുന്നു, നീ അബ്രഹാമിന്റെ സന്തതിയാണോ? നിനക്കെങ്ങനെയാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് അവകാശപ്പെടാൻ കഴിയുക? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിസ്സംശയം പറയുന്നു, yes, I am a descendant of Abraham. എബ്രഹാമിന്റെ പിന്തുടർച്ച എനിക്കുണ്ട്. നാലാമത് ചോദിക്കുന്നു, നീ ഒരു ക്രിസ്ത്യാനിയാണോ? കാരണം ക്രിസ്തുവിന്റെ കാലത്ത് നീ ഇല്ലായിരുന്നല്ലോ. നീ എന്ത് കാലത്തിലാണ് അപ്പോസ്തലൻ എന്നറിയപ്പെടുക? നിനക്ക് ആരാണ് അപ്പോസ്തോലിക പദവി നൽകിയത് എന്ന് ചോദിക്കുകയാണ്. അല്ലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, തമ്പുരാൻ തർസോസിന്റെ പടിവാതിക്കൽ വെച്ച്
ദൈവിക അഭിഷേകത്താൽ, സ്വർഗീയ അഭിഷേകത്താൽ, പരിശുദ്ധ റൂഹായുടെ നൽവരത്താൽ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയും അവന്റെ അപ്പോസ്തലിക അധികാരവും എനിക്ക് നൽകി എന്ന് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്ദകളുടെ വലിയ തലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നാളുകളിൽ അത് ഭയങ്കര ശക്തമാണ്. അപ്പൊ നാം നമ്മെ തന്നെ, നമുക്ക് ഈ വലിയ വിശ്വാസം ഉണ്ടാണെങ്കിൽ, വി സ്പീക്ക് ബട്ട് ഐ ആം നോട്ട് വീക്ക്, ആര് ബലഹീനനായാലും ഞാൻ ബലഹീനനാകില്ല എന്ന വലിയ പ്രകടനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത്തെ ഡിഫൻസ്, ദ ഡിഫൻസസ് ടു അവർ ഹ്യൂമിലേഷൻസ്, നമ്മുടെ നിന്ദകളോട് തന്നെയാണ് നമുക്ക് പ്രതിരോധം ഉണ്ടാകേണ്ടത്. സമാനതകളില്ലാത്ത പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിലൂടെ നാം കടന്നു പോകുന്നത്. ഈ കൊറോണ കാലത്ത് വളരെ മനസ്സിൽ തട്ടിയ ഒരു സംഭവം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളും കണ്ടു. ക്യാൻസർ രോഗബാധിതനായ ഒരു മനുഷ്യൻ കൊറോണ പോസിറ്റീവായി, അദ്ദേഹത്തെ ചികിത്സിച്ചു. കൊറോണ നെഗറ്റീവായി, അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി. 4-ാം ദിവസം കൊറോണ സംബന്ധമായ കാരണങ്ങൾ കൊണ്ടല്ല, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം മൂർച്ഛിച്ച് വീണ്ടും അദ്ദേഹത്തെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് 108 ആംബുലൻസ് വെച്ചു. ആംബുലൻസ് വന്നു, രോഗിയെ ആംബുലൻസ് കയറ്റി, പക്ഷെ കൂടെ പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിശദീകരിക്കുകയല്ല, 18 മണിക്കൂർ തുടർച്ചയായി ആരോഗ്യ പ്രവർത്തകർ നിർബന്ധിച്ചതിന് ശേഷമാണ് സ്വന്തം സഹധർമ്മിണി ആ ആംബുലൻസിൽ കയറി എന്നത് നമ്മുടെ സാക്ഷര കേരളത്തിന്റെ അലങ്കാരമാണ്. അപ്പോൾ എന്തുതരം നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഹ്യൂമിലേഷൻസ് ഇതിന്റെ മധ്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കൊക്കെ ഒത്തിരി സങ്കടങ്ങളുണ്ട്. ഇന്നലെ വരെ നമ്മളെ ആദരവോടെ കണ്ട പലരും ഇന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കൊറോണ എന്ന പേടിയിൽ മുഖം തിരിച്ചു നോക്കുമ്പോൾ ഒരു ദുഃഖത്തിന്റെ തീവ്രത സമാനതകൾ ഇല്ലാത്തത് തന്നെയാണ്. ദൈവീയത് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ തരത്തിലുള്ള തലങ്ങളിലൂടെ കടന്നു പോകുമ്പോ തളർന്നു പോകുന്നുണ്ടോ? ആർ യു വീക്ക്? ശക്തി ചോർന്നു പോകുന്നുണ്ടോ? സംരക്ഷിക്കാൻ ആരുമില്ലെന്ന് തോന്നി തുടങ്ങിയോ? ഇതിന്റെ കൂടാണ് നവമാധ്യമങ്ങളിൽ ആ ചോദ്യം, എവിടെയാ നിന്റെ ദൈവം? എന്താ കൊറോണ മാറ്റാത്തെ? എന്താ ഇതിനൊരു മെഡിസിൻ കണ്ടെത്താത്തെ? ഞാൻ മനസ്സിലാക്കുന്നത് ലോകം മുഴുവനും കോടാനുകോടി കൊറോണ രോഗികൾ ഉണ്ടായി. ഒരു മരുന്നിന്റെയും പിൻബലം അതിനുണ്ടായില്ല. പല മരുന്നുകളുടെയും മിക്സ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ പ്രോപ്പറായ ഒരു ട്രീറ്റ്മെന്റ് ലഭിച്ചില്ല. അപ്പൊ അനേകം ആളുകൾ സൗഖ്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവകൃപയുടെയും ദൈവ തേജസ്സിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും പ്രതീകമാണ്. ബട്ട് there are humiliations. നമുക്ക് പലതരത്തിലുള്ള ഹ്യൂമിലേഷൻസ് ഉണ്ട്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവാം അത്. എനിക്കറിയാം, ഈ മേഖലകളിൽ ആരോഗ്യരംഗത്ത് മാലാഖമാർ എന്ന് വിശേഷിപ്പിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾ നിർവഹിച്ചവർ മടങ്ങി വരുമ്പോ പലതരം ഹ്യൂമിലേഷൻസ് നടുവിലൂടെ അവർ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മെ തളർത്തിക്കളയുന്നുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് ഇന്ന് ഈ പ്രവാസ ലോകത്തിലേക്ക് എത്തുവാൻ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇതിലൊക്കെ നാം തളർന്നു പോകുന്നവരാണ്. ആർ യു വീക്ക്? നിങ്ങൾ തളർന്നു പോയോ? നോ, യു ആർ സ്ട്രോങ്. നിങ്ങൾ ബലപ്പെടേണ്ട സമയമാണ്. എങ്ങനെയാണ് ബലപ്പെടേണ്ടത്? ദ ഡിഫൻസ് ഓഫ് യുവർ ഹ്യൂമിലേഷൻസ് ഇസ് എ പാർട്ട് ഓഫ് യുവർ മിനിസ്ട്രി. ഇത് നിങ്ങളുടെ ശുശ്രൂഷയുടെ നിയോഗമാണ്. ഈ കാലഘട്ടം നിങ്ങൾക്ക് നൽകുന്ന നിയോഗമാണ്. ഈ കാലഘട്ടത്തിന് മുമ്പിൽ ആത്മധൈര്യത്തോടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ സാന്നിധ്യമാണത്. വിവരമില്ലാത്തവൻ എന്നും വിവരക്കേട് മാത്രമേ പറയൂ, ബോധമില്ലാത്തവൻ എന്നും ബോധക്കേട് മാത്രമേ പറയൂ. പക്ഷേ ബോധമില്ലാത്തവന്റെ ബോധക്കേടുകൾ മുമ്പിൽ കീഴ്പ്പെടേണ്ടവരല്ല നാം. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മാലാഖമാരുടെ ശുശ്രൂഷ എന്നല്ലേ പറയാ, ഏഞ്ചലിക് മിനിസ്ട്രി. ഈ ഏഞ്ചൽസ്മാർക്ക് എന്നും ഇതേ കിട്ടിയിട്ടുള്ളൂ. ഇന്നത്തെ മാലാഖമാരെ അത് കണ്ടാൽ മതി. എല്ലാ മാലാഖമാർക്കും ചരിത്രം ഇത് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ആധുനിക മാലാഖമാരും എന്നെ ഈ മാധ്യമത്തിലൂടെ കേൾക്കുന്ന ഒരു മാലാഖയെ നിരാശപ്പെടേണ്ട. മേക്ക് എ ഡിഫൻസ് ടു യുവർ ഹ്യൂമിലേഷൻസ് ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ റൂഹായുടെ ആ വലിയ ശക്തമായ തേജസ്സാൽ അനുഗ്രഹങ്ങളാൽ നമുക്ക് കാണുവാൻ കഴിയും. നിസ്സഹായരായി പോകുന്ന നിമിഷങ്ങളുണ്ടോ? വേദപുസ്തകത്തിലേക്ക് പോകാം. ഹാഗാറിന്റെ പരിചയമുണ്ടല്ലോ. ചോരക്കുഞ്ഞിനെ മാറോടണിച്ചുകൊണ്ട്
അവളുടെ ഹ്യൂമിലേഷൻ സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവൾ ഓടുകയാണ്. കുഞ്ഞിന്റെ ഭാവിയെ പറ്റി ചിന്തിച്ചില്ല, ഒന്നും അവൾ ആലോചിച്ചില്ല, പ്രതീക്ഷിച്ചില്ല, ആഗ്രഹിച്ചില്ല. അവൾ യാത്രയായി. അവസാനം മരുഭൂമിയിലെത്തി. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ നിർവാഹമില്ലാതെ അവരിങ്ങനെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തന്റെ ചോരക്കുഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരിക്കുന്ന ഗതികെട്ട കാഴ്ച കാണാൻ കരുത്തില്ലാതെ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ അല്പം മാറ്റി നിർത്തി മുഖം തിരിച്ചു നിൽക്കുന്ന ഒരമ്മ. അമ്മമാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, ക്യാൻ യു ഇമാജിൻ? അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കാണുമ്പോഴാണ് കാട്ടുപൊയ്കയിൽ എവിടെയോ ആ കിണർ അവിടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്. നമ്മുടെ പലരുടെയും വിചാരം ആ കിണർ പുതുതായിട്ട് കുത്തിയതാന്നാ. അല്ല, അത് പണ്ടേ അവിടെ ഉള്ളതാ. ഇത് പണ്ടേ ഉള്ളതാ. പക്ഷെ ഹാഗാർ കണ്ടത് അപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. നാമും ഇങ്ങനെയാണ്. ചുറ്റുപാടുമൊക്കെ ഒന്ന് പരിധി നോക്ക്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കണ്ടെത്താം. ടേക്ക് യുവർ ടൈം. ടേക്ക് യുവർ ഓൺ ടൈം. പ്ലീസ് ടേക്ക് യുവർ ഓൺ ടൈം. ചുറ്റുപാടും ഒന്ന് പതറി നോക്ക്. ഈ നിന്ദകളൊന്നും നമ്മെ തകർക്കില്ല. കാരണം ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമല്ലേ. ദൈവം ഒരുക്കുന്ന വൻ പദ്ധതികളില്ലേ. ദൈവം നമ്മെ പറ്റി വലിയ പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടില്ലേ. പക്ഷെ കരഞ്ഞും വിലാപിച്ചും നിസ്സഹായരായിരിക്കുന്ന തിരക്കിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന അത്ഭുത സാധ്യതകളെ പലപ്പോഴും നാം കാണുന്നില്ല എന്ന് മാത്രമാണ്. ആർക്കെങ്കിലും ഈ നാളുകളിൽ ഈ ഹ്യൂമിലിയേഷൻ ഭാരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുന്നത് നമ്മുടെ തമ്പുരാന്റെ ഗോൽഗുഥായിലേക്കുള്ള വഴികൾ മാത്രമാണ്. നമ്മുടെ തമ്പുരാന്റെ ഗോൽഗുഥായിലേക്കുള്ള വഴികൾ ധ്യാനിക്കപ്പെടുമ്പോൾ എന്തുതരം പീഡനങ്ങളാണ്. ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയാവുന്ന ഹ്യൂമിലിയേഷന്റെ നടുവിലൂടെയാണോ ആ യാത്ര? നമ്മുടെ കർത്താവിനെ ധ്യാനിക്കാൻ സാധിക്കുമോ? ലോകം എന്ത് പറഞ്ഞോട്ടെ, ലോകം എന്ത് നമ്മോട് സംസാരിച്ചു, പക്ഷെ നമുക്ക് പറയാം ഐ ആം നോട്ട് വീക്ക്, ഞാൻ ബലഹീനനല്ല. അതെന്റെ എന്റെ 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 ഫിസിക്കൽ പവർ കൊണ്ടല്ല കേട്ടോ. അത് ദൈവം എനിക്ക് നൽകിയ വലിയ ശക്തിയാണ്. ദാറ്റ്സ് ദ സ്പിരിച്വാലിറ്റി. അതിനെ നമുക്ക് ആത്മീയത എന്ന് വിളിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ നാളുകൾ സാധിക്കണം. പുസ്തകത്തിൽ നമ്മൾ പൗലോസിനെയും ശീലാസിനെയും കാണുന്നുണ്ടല്ലോ. തന്റെ ജീവിതത്തിൽ നേരിട്ട നിന്ദകളെ സ്തോത്ര സങ്കീർത്തനങ്ങളെ അതിജീവിച്ചവർ പൗലോസും ശീലാസും. തടവറയിൽ ശതാധിപനാൽ അടിച്ചു നുറുക്കപ്പെട്ട്, കാരാഗ്രഹ പ്രമാണിയാൽ അടിച്ചു നുറുക്കപ്പെട്ട് ആക്കിയിരിക്കുന്ന പൗലോസും ശീലാസും. തടവറ എത്ര മനോഹരമായിട്ടാണ് അവർ സ്തോത്ര ശബ്ദങ്ങളാൽ നിറയ്ക്കുന്നത്. തടവറയുടെ ഏകാന്തതയെ, ഈ കാലത്ത് മനുഷ്യൻ പരാതിപ്പെടുന്നത് അവന്റെ ഏകാന്തതയെ പറ്റിയാണ്, ഐസൊലേഷൻസിനെ പറ്റിയാണ്, ക്വാറന്റൈനെ പറ്റിയാണ്, ബോത്ത് ഹൗസ് ആൻഡ് റൂം ക്വാറന്റൈനെ പറ്റിയാണ് ഈ എല്ലാവരും ആശങ്കപ്പെടുന്നത്. പക്ഷെ ഏകാന്തതകളെ സ്തോത്ര ശബ്ദങ്ങളാൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞ പൗലോസിനെയും ശീലാസിനെയും മറന്നു പോകണ്ട. അവരെന്താണ് പാടുക, അവരെന്താ പാടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ അവരെന്താണ് പാടാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒസ്താദ് തിരുമേനി, നിങ്ങളുടെ ആ പ്രദേശത്തിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒസ്താദ് തിരുമേനി എഴുതിയിട്ടുണ്ട്, ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നതാ വൻധൈര്യം. ഇതാവാം അവർ പാടിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ സമാനതകളില്ലാത്ത നിന്ദകളുടെ എ ചെയിൻ ഓഫ് ഹ്യൂമിലിയേഷൻസ് കടന്നു പോവുകയാണ്. നമുക്ക് കടന്നു പോവുകയാണ്. ഇവിടെ ജീവിതാനുഭവങ്ങൾ കടന്നു പോവുകയാണ്. ഭൗതമേലകൾ കടന്നു പോവുകയാണ്. മനുഷ്യനെ സംശയത്തോടെ ദൂരീകരിക്കുകയാണ്. ആർക്കും വിശ്വാസം ഇല്ലാത്ത കാലം. പണ്ടേ വിശ്വാസം ഇല്ല, ഇപ്പൊ ആ വിശ്വാസക്കേട് കൂടിയിട്ടുണ്ട്. അങ്ങനെ വല്ലാത്തൊരു വിശ്വാസക്കേടിന്റെ ലോകത്തിലേക്ക്, അപരനെ ഭയങ്കര ശത്രുവായി കാണുന്ന ഒരു ലോകത്തിലേക്ക് ആ ലോകം നമ്മെ എത്തിച്ചു. നിസ്സഹായത കൊണ്ടാണ്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്കും തലങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ എത്തി.
പക്ഷേ മരുഭൂമിയിൽ വിശ്വാസത്തിന്റെ കാവൽക്കാരനായി നിങ്ങളുടെ പൂർവികന്മാർ വിശ്വാസത്തിന്റെ ധീരമായ സാക്ഷ്യങ്ങൾ നിർവഹിച്ചു. നിങ്ങൾ ഇന്ന് തുടരുന്നു. നിങ്ങളെ ഓർത്ത് അഭിനന്ദിക്കുന്നു. നിങ്ങളെ കൊറോണ വിരട്ടിക്കളയുന്ന, നിങ്ങൾ ഈ കൊറോണ കാലത്ത് ഇല്ലാതിരിക്കുമെന്ന നിങ്ങൾക്ക് ഉയരത്തിൽ ഈ സമൂഹത്തോട് പറയാൻ പറ്റും, ഐ ആം നോട്ട് വീക്ക്. ഞാൻ ബലഹീനനാകുന്നില്ല. ഐ മേക്ക് മൈ ഡിഫൻസസ് ടു മൈ ഹ്യൂമിലേഷൻസ്. എന്റെ ജീവിതത്തിന്റെ എല്ലാ നിന്ദകളോടും ഞാൻ പ്രതിരോധം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. എന്റെ കർത്താവിന്റെ കൃപയാണ്. അതാണ് ഒന്നാമത്തെ ഡിഫൻസ്. രണ്ടാമത്തെ ഡിഫൻസ്, ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫൻസ്, നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. 2 Corinthians 20. 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളുടെ മുഖത്ത് അടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഒരുവൻ അടിച്ചെന്നിരിക്കട്ടെ, നിങ്ങളെ ഒരുവൻ തിന്നുകളഞ്ഞെന്നിരിക്കട്ടെ, ഒരുവൻ നിങ്ങളുടെ മുഖത്ത് നോക്കി അഹങ്കരിച്ചെന്നിരിക്കട്ടെ, ഒരുവൻ നിങ്ങളെ അടിച്ചെന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾ പൊറുക്കുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനോട് പലരും വന്ന് ചോദിച്ചു, അപ്പോസ്തലനാ, അങ്ങേക്ക് പ്രയാസം തോന്നുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുമ്പോ 18 മാസക്കാലമായി ഈ ക്രൂരമായ നിന്ദകളുടെയും അവഗണങ്ങളുടെയും ലോകത്തിലൂടെ കടന്നു പോകും, മടുത്തുപോയില്ലേ എന്ന് അവർ പലരും വന്ന് ചോദിച്ചു. അവരോടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മല്ലിടാൻ ആരെ കൊണ്ടും കഴിയും, പക്ഷേ എല്ലാം പൊറുക്കുവാൻ ഒരു വിശ്വാസിയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു വിശ്വാസിയെ കൊണ്ട് മാത്രമേ അത് അവന്റെ ശക്തമായ ഈ എല്ലാം ക്ഷമിക്കുക എന്ന് പറയുന്നത് ദുർബലമാണെന്നാണ് ഈ ആഗോളവൽക്കരണ കാലത്ത് നാം പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളും അത് തന്നെ പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും, ധാരാളം തിരിച്ചടികൾ. രണ്ടാമത് പറയുന്നത്, നമ്മുടെ തിരിച്ചടികളോട് നമുക്കൊരു പ്രതിരോധം വേണം. The defense to our setbacks. ജീവിതത്തിന്റെ തിരിച്ചടികളോട് നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കണം. എങ്കിൽ മാത്രമേ I am not weak, I am strong എന്ന് പറയാൻ പറ്റൂ. Who is not weak, but I am not weak എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. I am strong എന്ന് പറയാൻ സാധിക്കുന്നത് തിരിച്ചടികളോട് നമ്മുടെ ഒരു ശക്തമായ പ്രതിരോധം. The defenses to our setbacks. ജീവിതത്തിന്റെ തലങ്ങൾ നമുക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയണം. ക്രിസ്തീയ വിശ്വാസങ്ങളെ ലോകം എന്ന് വെല്ലുവിളിക്കുന്നു ഞാൻ ഓർമ്മിപ്പിച്ചു. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി സെറ്റ്ബാക്സ്, ജോലി മേഖലകളിൽ സെറ്റ്ബാക്സ് ഉണ്ട്. എല്ലാ മേഖലകളിലും ആ സെറ്റ്ബാക്സ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു 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 വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മ കൃപ കൊണ്ട് ശക്തിയാർജിക്കുവാനാണ്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ വിമോചന യാത്രയുണ്ടല്ലോ, ചെങ്കടലിന്റെ മുമ്പിലുള്ള നിപ്പുണ്ടല്ലോ. ചെങ്കടലിന്റെ മുമ്പിൽ അവരിങ്ങനെ നിൽക്കുമ്പോ ഫറവോന്യ സൈന്യം ഹുങ്കാര ശബ്ദത്തോടെ പാഞ്ഞെടുക്കുകയാണ്. ഹുങ്കാര ശബ്ദത്തോടെ ഫറവോന്യ സൈന്യം ഇങ്ങനെ പാഞ്ഞെടുക്കുമ്പോ പലരും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. നിസ്സഹായകരായ ദൈവജനം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു പട, ശക്തനായ ഫറവോന്റെ അതിശക്തമായ കുതിരപ്പട്ടാളം, കാലാൽപ്പട അതിങ്ങനെ ആഞ്ഞെടുക്കുക, പകച്ചു നിൽക്കുന്ന അവസ്ഥ. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോന്യ സൈന്യം. എന്ത് ചെയ്യും? എന്റെ ചിന്ത, ഇതിൽ ഒരുത്തരു പോലും ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ എന്നാണ്. ഞാനങ്ങനെ പറയാൻ കാര്യം, കേരളത്തിൽ കൊറോണ ബാധിച്ച് ഇപ്പോൾ 64 മരണമുണ്ട്. കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ച 100-ലേറെ മരണങ്ങളുമുണ്ട്.
ഇപ്പൊ കൊറോണയേക്കാൾ കൂടുതൽ ഈ നാളുകളിൽ ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണമാണ് ഈ നാട്ടിൽ കൂടുതൽ. പരിഭ്രമകരമായ സന്ദേശങ്ങൾ പലരുടെയും ഹൃദയത്തെ ഭേദിക്കുകയാണ്. അവിടെ ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് വേണ്ടിയവർ ചെയ്തോളുക, സ്റ്റെന്റ് ഇടേണ്ടവർ അത് ചെയ്തോളുക. പക്ഷേ ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കുവാൻ നിങ്ങൾ വായിക്കുക, നിങ്ങൾ കടന്നു വരിക ഈ വേദഭാഗത്തിലേക്ക്. എന്തുമാത്രം സങ്കീർണ നടുവിൽ ഒരുത്തന് പോലും, ഒരാൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. കാരണം ഒരു വടിയുമായി തങ്ങളുടെ വിമോചകൻ മുമ്പിലുണ്ട്. ആ വടിമതിയാകും ഈ പ്രതിരോധങ്ങളെ നേരിടുവാനെന്നുള്ള ആത്മബോധം ആ ജനതയ്ക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നാമും നയിക്കപ്പെടുന്നത്, നാമും മുന്നോട്ട് പോകുന്നത് ഈ വലിയ ശക്തിയുടെ കൃപകളിലാണ് എന്ന് മറന്നു പോകണ്ട. നമ്മൾ പലപ്പോഴും പുറം കാഴ്ചകളുടെ പിൻബലത്തിലാണ് പലതിനെ അളക്കുവാൻ ശ്രമിക്കുന്നത്. വീട്ടിൽ ഞാൻ വേദപുസ്തകത്തിൽ നമ്മുടെ ഏലിയ പ്രവാചകൻ കെരീത്ത് തോടിനരികിലേക്ക് അയക്കപ്പെടുന്നുണ്ടല്ലോ. ഏലിയ പ്രവാചകൻ കെരീത്ത് തോടിനരികിലേക്ക് അയക്കപ്പെടുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. കെരീത്ത് തോടിനരികെ എന്നിട്ട് എന്താ പറയാ പ്രവാചകനോട്? തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചോണം. എന്താ ഈ ദൈവത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ഈ പ്രവാചകന് അരുവിയും തോടും നദി ഒന്നും കൊടുക്കാഞ്ഞിട്ടാന്ന് ഒരു പറ്റാത്ത ഒരു തോട് ചൂണ്ടിക്കാണിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ പ്രവാചകന് ആഹാരം കൊടുക്കാൻ ഏൽപ്പിച്ചത് ആരാന്നറിയാമോ? അതാ രസം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ല വിധവയായ ഒരു സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രവാചകന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഏൽപ്പിച്ചത് ആരെയാണെന്നറിയാമോ? മലങ്കാക്ക. ആക്കിയായതുകൊണ്ടല്ല. ഒരു യഹൂദനെ സംബന്ധിച്ച് അവന് അശുദ്ധനായി കാണുന്ന പക്ഷികളുടെ പെട്ടത്തിൽ പ്രധാനിയാണ് മലങ്കാക്ക. ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടത്. നമ്മൾ ഇതിനൊക്കെ സെറ്റ് ബാക്സ് എന്നാണോ വിലയിരുത്തുക? ആരാ പറഞ്ഞത് കൊറോണ ഉയർപ്പിച്ചത് ഇതെല്ലാം സെറ്റ് ബാക്സ് ആണെന്ന്? അല്ല, നാളത്തേക്കുള്ള സാധ്യതകളാവാം. നമുക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ അത് പറയാൻ. പക്ഷേ അങ്ങനെയുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇന്ന് സെറ്റ് ബാക്സ് എന്ന് കാണുന്ന പലതും നാളെ നമുക്ക് അനുഗ്രഹമായി മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ദൈവം എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളെയും, എല്ലാ തരത്തിലുള്ള ആളുകളെയും, എല്ലാ തരത്തിലുള്ള സ്ഥിതിഗതികളെയും ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. അതിനെയാണ് നാം ദൈവം എന്ന് വിളിക്കണേ. ആഴിയുടെയും ആദിയുടെയും അഗ്നിയുടെയും നടുവിൽ നാം തളരുന്നോ? എങ്കിൽ വേദപുസ്തകം വായിക്കണം. ആഴിയുടെ മുമ്പിൽ തളരാത്ത ജനനദി വേദപുസ്തകത്തിലുണ്ട്. മഹാമാരികൾക്ക് മുമ്പിൽ തളരാത്ത ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അഗ്നിയുടെ നടുവിൽ, മരണത്തിന്റെ നടുവിൽ തളരാത്തവരുടെ ചിത്രം വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകം നമുക്ക് സത്യസന്ധമായി വായിക്കണം. ഈ ആനന്ദത്തിന്റെ രഹസ്യം എന്താ? വാട്ട്സ് ദ സീക്രട്ട് ഓഫ് അവർ ജോയ്? ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നതാണോ ആനന്ദം? അതോ കൊറോണ മാറുന്നതാണോ ആനന്ദം? വാട്ട്സ് ദ സീക്രട്ട് ഓഫ് അവർ ജോയ്? ഞാൻ ഒരു കഥ പറയാം. ഒരു ഗുരുവിന്റെ അടുക്കിലേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഗുരുവേ, ആനന്ദത്തിന്റെ രഹസ്യം എന്താ? വാട്ട് ഇസ് ദ സീക്രട്ട് ഓഫ് ജോയ്? ഗുരു ഒന്നും മിണ്ടിയില്ല. പണ്ടത്തെ ഗുരുക്കന്മാരങ്ങനെയാ, ഒന്നും മിണ്ടിയില്ല. ഒരു സ്പൂണിനകത്ത് 4-5 തുള്ളി എണ്ണ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മനോഹരമായൊരു ഉദ്യാനം, ഒരു ഗാർഡൻ ഉണ്ട്, നീ അവിടേക്കൊന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പം ശിഷ്യൻ തിരികെ വന്നപ്പോ സ്പൂണിനകത്ത് എണ്ണ തുളുമ്പാതെ ഇരിപ്പുണ്ട്. ഗുരുവിന് സന്തോഷമായി. ചോദിച്ചു, കൊള്ളാം, നീ കാഴ്ചകൾ വല്ലതും കണ്ടോ? ശിഷ്യൻ പറഞ്ഞു, എന്നാ പണിയാ അത്? ഈ എണ്ണ പോകാതെ, ഗുരുവില്ലേ പറഞ്ഞു എണ്ണ നഷ്ടപ്പെടാൻ പാടില്ലെന്ന്. ഈ എണ്ണ പോകുന്നുണ്ടോ നോക്കി സൂക്ഷിച്ചു പോയോണ്ട് ഞാൻ ഒരു കാഴ്ചയും കണ്ടില്ല. ഗുരു പറഞ്ഞു, അതുപോരാ, കാഴ്ചകൾ കൂടെ കാണാൻ പഠിക്കണം, നീ രണ്ടാമത് ഒന്നുകൂടെ പോകാൻ പറഞ്ഞു. അവൻ വീണ്ടും പോയി.
വീട്ടിൽ പോയി അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ വന്നപ്പോ സ്പൂണിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല. ഗുരു ചോദിച്ചു, എന്നെ പറ്റി? ശിഷ്യൻ പറഞ്ഞു, അങ്ങനല്ലേ പറഞ്ഞ കാഴ്ച കണ്ടോളാൻ. കാഴ്ച കണ്ടോണ്ടിരുന്ന തിരക്ക് എണ്ണ പോയി. പ്രിയപ്പെട്ടവർ, ഇതാ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം. ചുറ്റുമുള്ള കാഴ്ചകൾ കാണുമ്പോഴും ദൈവം നൽകിയ എണ്ണ നഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ആനന്ദം. ദാറ്റ്സ് ജോയ്. ഉണ്ണി ആശാന കളരിക്ക് പുറത്ത് എന്ന നിലപാടിലാണ് നാം പലപ്പോഴും ജീവിക്കുകയും ലോകത്തെ കാണുകയും ചിന്താപദ്ധതികളെ ക്രമീകരിക്കുകയും ചെയ്യുന്നത്. അത് ചുറ്റുമുള്ള കാഴ്ച. നമുക്ക് നൽകിയ ജീവിതം ജീവിക്കണം, ജീവിക്കാനുള്ളതാണ് ജീവിതം. അപ്പൊ ദൈവം നമുക്ക് നൽകിയ ബലം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനെയാണ് ജീവിതം എന്ന് പറയാം. അതിനെ മാത്രമാണ് ജീവിതം എന്ന് പറയുക. ലളിതമായി പറയാം, ജീവിതത്തെ നമ്മൾ ലൈവ് എന്ന് പറയല്ലോ, L+I+V+E. ലളിതമാണ്. ഇതൊന്ന് തിരിച്ചെഴുതിക്കേ, എന്തോ കിട്ടും? L+I+V+E തിരിച്ചെഴുതി എന്തോ കിട്ടും? പലരും തിരിച്ചെഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ക്യാമറ കൂടെ കാണാം. ഈവിൾ. എത്ര സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ ലോക ജീവിത അനുഭവങ്ങളിൽ അവർ ഡിഫൻസസ് ടു അവർ സെറ്റ്ബാക്സ്, നമ്മുടെ പ്രതിസന്ധികളോട് നാം തീർക്കുന്ന പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാൽ, കുടുംബ ബന്ധങ്ങളിലായാൽ, ജോലി സ്ഥലങ്ങളിലായാൽ. കണ്ടില്ലേ, 2 ദിവസം മുമ്പ് അമേരിക്കയിൽ നസ്രാണിയാണ്, 18 കെട്ടും കുത്തും പിന്നെ മണ്ടക്കൂടെ കാർ ഓടിക്കലും. മനുഷ്യന് ഇനി കൊറോണ അല്ലാതെ ഇനി എന്താണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടേണ്ടത് അറിഞ്ഞുകൂടാത്ത കാലമാണ്. സെറ്റ്ബാക്സ്. ഈ ജീവിതത്തിന്റെ സെറ്റ്ബാക്സിന് മുകളിൽ മനുഷ്യൻ ഭ്രാന്തനാകുകയാണ്. സമചിത്തതയോടെ നമുക്ക് ഇത്തരം ജീവിതത്തിന്റെ തിരിച്ചടികളോട് ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമോ? സാധിക്കണ്ടേ? എന്തുതരം പ്രതിരോധങ്ങളാണ് നാം സൃഷ്ടിക്കുക? നമ്മുടെ പ്രായമായ ആളുകളുടെ കയ്യിൽ ഒരു വടിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതവരുടെ ബലമാണ്. വാർദ്ധക്യത്തിൽ താണുപോകാതിരിക്കാൻ വേണ്ടി അവർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബലമാണ്. നമ്മളെന്താ ചെയ്തേ? നമ്മുടെ വീടുകളിലൊക്കെ ഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തു, മൊസൈക്കൊക്കെ ഇട്ട് കൊടുത്തു. അമ്മച്ചിമാരുടെ വടിയുടെ ഗ്രിപ്പ് പോയി. അവരിപ്പോ ഉച്ചയും കുത്തി താഴെ വീണു. എല്ലാരും ഇപ്പൊ ഞാൻ ആശുപത്രി പോകുമ്പോൾ കൂടുതലും ആളുകൾ അവിടെ കിടക്കുന്നത് എല്ലൊടിഞ്ഞു നടുവൊടിഞ്ഞു. അപ്പൊ ഒരു തലമുറയുടെ ഗ്രിപ്പ് കളയുന്ന ഒരു സാധ്യതയിലേക്ക് നാം എത്തിയോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. നാം അതിനെ വികസനം എന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ട്, നല്ലതാണ്. പക്ഷെ എവിടെയാ നമ്മുടെ ഗ്രിപ്പ്? ഗ്രിപ്പ് മനസ്സിലാവേണ്ടേ, തറയിലല്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഗ്രിപ്പ് നമുക്ക് വേണ്ട നമ്മുടെ മനസ്സിലാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ വായിക്കപ്പെടാതെ പോകരുത്. ഈ കൊറോണ കാലത്ത് നമ്മൾ വായിക്കേണ്ട ഒരു വാചകമാണ്. അത് വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇതിനേക്കാൾ വലിയ വേദനകൾ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്ന്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 വാക്യങ്ങൾ നാം വായിക്കുന്നു. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളുടെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. എനിക്ക് തന്നെ തലപെരുക്കുന്നു. ഇത് വായിച്ചപ്പോ എനിക്ക് തന്നെ തലപെരുക്കുന്നു. അപ്പൊ ഇതിനേക്കാൾ വലിയ പ്രയാസത്തിലൂടെയാണോ ഈ കൊറോണ കാലത്ത് നാം കടന്നു പോകുക? ആലോചിക്കുക. ഇതിനേക്കാൾ വലിയ പ്രയാസത്തിലൂടെയാണോ ഈ കൊറോണ കാലത്ത് നമ്മുടെ സഞ്ചാരം? നമുക്ക് പറയാൻ സാധിക്കണം, ഐ ആം നോട്ട് വീക്ക്, ഐ ആം സ്ട്രോങ്. ഞാൻ ബലഹീനനാകുന്നില്ല. എനിക്ക് എന്റെ ജീവിതത്തിന്റെ തിരിച്ചടികളോട്, വെദർ ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ സെറ്റ്ബാക്ക്, വെദർ ഇറ്റ് ഇസ് എ ഫാമിലി സെറ്റ്ബാക്ക്, വെദർ ഇറ്റ് ഈസ് എൻ ഇമോഷണൽ സെറ്റ്ബാക്ക്, or whether it's an healthy matter,
ഐ ആം നോട്ട് വീക്ക്, ഐ ആം സ്ട്രോങ്. ഞാൻ ശക്തനാണ് എന്ന് പറയുന്ന ഒരു തലം. മേക്ക് ഡിഫൻസസ് ടു സെറ്റ് ബാക്സ്. രണ്ട് പ്രതിരോധങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്ന് ഡിഫൻസസ് ടു ഹ്യൂമിലേഷൻസ് ആൻഡ് ഡിഫൻസസ് ടു സെറ്റ് ബാക്സ്. മൂന്നാമതായി നാം വായിക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അതിൽ ഞങ്ങൾ ബലഹീനനായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. എന്നാൽ ആരെയെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടും. ആരെയെങ്കിലും ബലപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ ബലഹീനതയുണ്ട്, പക്ഷെ ഞാൻ ധൈര്യപ്പെട്ട് പറയുന്നു, ഞാനും ബലപ്പെടുന്നു. ഐ ആം സ്ട്രോങ്. അതെന്റെ ബലഹീനതയാണ്. ആരെയെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ എനിക്കല്പം ബലഹീനതയുണ്ട് എന്ന് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ധൈര്യപ്പെടുന്നു. ഐ ആം സ്ട്രോങ്. എന്തിനാ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ. അപ്പൊ മൂന്നാമത്തെ പ്രതിരോധം, ദ ഡിഫൻസ് ടു അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതകളോടുള്ള ശക്തമായ ചില പ്രതിരോധങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാവണം. നിങ്ങൾ കണ്ടുപിടിക്കണം ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ബലഹീനതകൾ ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. നീതിമാനായ യൗസേപ്പിനെ ഇപ്പോൾ വായിക്കുന്നു. നീതിമാനായ യൗസേപ്പ് ഭയങ്കര സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. സ്വന്തം ഭാര്യ ഗർഭവതിയായ, കല്യാണത്തിന് മുമ്പ് ഗർഭവതിയായ സ്ത്രീ, അപമാന ഭീതി. പക്ഷെ ഉറങ്ങാൻ പോയി. രാവിലെ എഴുന്നേറ്റ് ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനമായിട്ടാ. പക്ഷെ ആ ഉറക്കം ആ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. അത് ജീവിതത്തിൽ അവന്റെ അധൈര്യം എന്ന ബലഹീനതയെ ദൈവം മാറ്റുകയാണ് ഒരു വെളിപാടിലൂടെ. പലപ്പോഴും ഈ ലോകത്ത് നാം പലപ്പോഴും അപകർഷതാബോധത്തിന്റെ തടവറക്കാരായി മാറിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും പലപ്പോഴും സംഭവിക്കുന്നത് ബലഹീനതകളുടെ ആഘോഷങ്ങളാണ്. മറ്റുള്ളവരുടെ ബലഹീനതകളെ ആഘോഷിക്കുവാനാണ് നാം ഭയപ്പെടുന്നത്. മറ്റുള്ളവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുവാനാണ് ശ്രമിക്കുന്നത്. യാക്കോബിനെ നമുക്കറിയാം. ചുവന്ന പായസം എന്ന ജ്യേഷ്ഠന്റെ ബലഹീനതയെ, വേട്ടയിറച്ചി എന്ന സഹോദരന്റെ ബലഹീനതയെ ഒക്കെ ചൂഷണം ചെയ്ത് മിടുക്കനായി ആകാൻ പരിശ്രമിച്ചു. കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ ജീവിതം മുന്നോട്ട് പുരോഗമിച്ചപ്പോൾ അദ്ദേഹം തന്നെ പാടി, ഏകനായി നിന്ദ്യനായി പരിഹാസിയായി, ഏകനും നിന്ദനും പരിഹാസിയുമായി നാടും വീടും വിട്ടലയുന്ന യാക്കോബിന്റെ മൗന നൊമ്പരങ്ങളെ പറ്റി പാടിയില്ലേ? അതിനുശേഷം യാക്കോബ് തിരികെ വരുന്നു. ഏശാവും യാക്കോബും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. പലരും ഒരു സീരിയലും സിനിമയും കാണുന്ന ത്രില്ലോടെ ഇപ്പൊ അടിപൊട്ടും എന്ന ധാരണയിൽ അത് വായിക്കണേ. അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏശാവിനെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? തന്റെ ജീവിതത്തെ നിലം പരിശാക്കി മാറ്റിയ മനുഷ്യനോട് എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? പക്ഷെ അവിടുത്തെ ഒരു വിസ്മയമാണ്. ആ സഹോദരി ബന്ധങ്ങൾ കെട്ടിപ്പുണരുകയും യാക്കോബ് പറയുന്ന ഒരു ദൈവപുരുഷനെ അങ്ങയുടെ മുഖത്ത് കാണാൻ എനിക്ക് സാധിക്കുന്നു പറയുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ബലഹീനതയാണ്. നമ്മൾ പലപ്പോഴും പറയും, എന്റെ മൂക്കി ജീവശ്വാസം ഉള്ളിടത്തോളം കാലം ഞാനൊന്നും മറക്കില്ല. മറക്കണ്ട. മൂക്കി പഞ്ഞു വെച്ചാൽ ആകത്തില്ല എന്നോട് ഓർക്കുക. പലരുടെയും ധീരമായ പ്രഖ്യാപനമാണ്, എന്റെ മൂക്കി ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. വേണ്ട, മൂക്കി പഞ്ഞു വെച്ചാൽ പിന്നെ അത് സാധിക്കുകയില്ല. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ കോംപ്ലക്സസ് ഉണ്ടല്ലോ, ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ കോംപ്ലക്സ് അതാണ്. എനിക്കത് പറയാൻ ഒരു മടിയില്ല. ആധുനിക മനുഷ്യൻ, ഞാനും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഭൂരിഭാഗം കൊറോണയല്ല. അവർ കോംപ്ലക്സസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതാണ് ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീക്ക്നെസ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു. നിങ്ങൾ പറയും കറിക്കുപ്പില്ല, നാട്ടിൽ ഫോൺ ചെയ്തില്ല, പലതും പറയും. But that all are not the genuine reasons. That's not the genuine reason. The genuine reason is your spiritual, your frustrations, your inferiority complexes.
അത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം ഞാൻ 1/4 നൂറ്റാണ്ടിലധികമായി മലങ്കര സഭയുടെ പ്രഘോഷണ രംഗത്തിൽ നിൽക്കുന്ന ആളാണ്. ലോകമെമ്പാടും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. വന്ന ഉടനെ തിരിച്ച് ഇങ്ങോട്ട് എക്സിറ്റ് അടിക്കുന്നുണ്ട് വരാഞ്ഞത്. മറ്റെല്ലാ മേഖലകളിൽ ഞാൻ പോയിട്ടുണ്ട്. സോ ഇന്ന് പറയാൻ സാധിക്കും, വളരെ വളരെ എന്റെ കൺമുമ്പിലൂടെ കൊണ്ടുപോയ ജീവിതത്തെ സാക്ഷി നിർത്തി എനിക്കത് പറയാൻ സാധിക്കും. ദാറ്റ്സ് അവർ വീക്ക്നെസ്. നമ്മുടെ വീക്ക്നെസ് ആണ്. ഈ വീക്ക്നെസ്സിനോട് ഒരു പ്രതിരോധം ഉണ്ടാവുമോ? പൗലോസ് അപ്പോസ്തലൻ പോലെ എനിക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ ബലഹീനതകളുണ്ട്. മോശയ്ക്ക് വാളൊരു ബലഹീനതയായിരുന്നു. പക്ഷേ മോശ തന്റെ വിമോചനം പൂർത്തീകരിച്ചത് വാളുകൊണ്ടല്ല, വടികൊണ്ടാ. ഒരു ചുള്ളി വടികൊണ്ടാ. താൻ ബലമായി കരുതിയ വാൾ അവനെ രക്ഷിച്ചില്ല. ഒരു ദൈവം കൊടുത്തൊരു വടി കൊണ്ടാ വിമോചനം പൂർത്തീകരിച്ചു പോകണ്ട. ശിഷ്യന്മാർക്ക് ഉറക്കം ബലഹീനതയായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഒരു ഉറക്കം തൂങ്ങി. പക്ഷെ പിൻകാലത്ത് കുരിശിനെ കണ്ടവർ പേടിച്ചോടി. പിന്നെന്താ വായിക്കുക? സ്വന്തം മരണത്തിന് മുമ്പാകെ അവർ ധീരന്മാരായിരുന്നു. ദൈവം അവരെ ബലപ്പെടുത്തി. എനിക്കിപ്പോ 46 വയസ്സായി. ഞാൻ 46 വയസ്സ് കൈ കഴുകിയതിനേക്കാൾ കൂടുതൽ ഈ 6 മാസം കൊണ്ട് കഴുകിയിട്ട് തൃപ്തി വരുന്നില്ല. പേടിയാ, സംശയ. കഴുക ആൾക്കൂട്ടത്തെ അപ്പൊ ഇന്നലകളിൽ നമ്മുടെ ബലമായതൊക്കെ എവിടെ പോയി? ഇന്നലകളിൽ നാം ബലമെന്ന് അഭിമാനിച്ചതൊക്കെ എവിടെ പോയി? എവിടെ നമ്മുടെ ബലങ്ങൾ? പ്രിയപ്പെട്ടവരെ, നാം ബലമായി കണ്ടതൊക്കെ അസ്തമിച്ചു പോകില്ല. എന്തേ ഇന്നലകളിൽ നമ്മുടെ ബലങ്ങൾ എവിടെ? ഇന്നലകളിൽ നമ്മൾ നടങ്ങിയ ബലങ്ങളും നമ്മുടെ ശക്തികളും ശക്തി സ്രോതസ്സുകളും എവിടെ? ഇന്നലകളിൽ നമ്മൾ ഊറ്റം കൊണ്ട ആ അനുഭവങ്ങളും ജീവിത തലങ്ങളും എവിടെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വാട്ട് ആർ അവർ വീക്ക്നെസ്? നമ്മുടെ ജീവിതത്തിന്റെ വീക്ക്നെസ് എന്താ? ഇപ്പൊ ലോകം മുഴുവൻ ഈ കൊറോണ കാലത്ത് പറയുന്ന ഇമ്മ്യൂണിറ്റിയെ പറ്റിയാ കേട്ടോ. ആയുർവേദ മെഡിസിൻകാരും പറയും അവർക്കാണ് ഇമ്മ്യൂണിറ്റി നൽകാൻ പറ്റുക എന്ന്. ഹോമിയോപ്പതിക്കാരൻ പറയുന്നു അവനാ ഇമ്മ്യൂണിറ്റി. ഏതായാലും മനുഷ്യൻ കേരളത്തിൽ അരച്ച് കുടിക്കാവുന്ന മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കുക. പാവയ്ക്ക മുതലങ്ങ് പപ്പായ വരെ മുഴുവൻ അരച്ച് അടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ. കൈ കിട്ടിയതൊക്കെ കഴിക്കുക. ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, എനിക്കറിഞ്ഞുകൂടാ ഇനി എന്തൊക്കെ ഉണ്ടെന്ന്. കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വാട്ട് അബൌട്ട് യുവർ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി? നമുക്ക് ആത്മീയപരമായി ഒരു പരിപക്വമായ അവസ്ഥ ഉണ്ടാവണ്ടേ? എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുക, ധ്യാനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുക. 3 ഡിഫൻസസിനെ പറ്റി പറഞ്ഞു. ദ ഡിഫൻസസ് ടു അവർ ട്രിബുലേഷൻസ്, ഡിഫൻസസ് ടു അവർ സെറ്റ്ബാക്സ് ആൻഡ് ഡിഫൻസസ് ടു അവർ വീക്ക്നെസ്. 4-മതായി ഒന്നുകൂടെ ഉണ്ട്. അത് വേഗം പറഞ്ഞ് ഞാൻ എന്റെ ദൗത്യം അവസാനിപ്പിച്ചു കൊള്ളാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 31-ാം വാക്യം. 2 Corinthians chapter 11 verses 31. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കുമല്ല പറയുന്നത് എന്നറിയുന്നു. What I am said is truth. What I am said and what I am proclaim and what I am witness is truth. ഞാൻ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. The defense of truth. സത്യത്തിന്റെ പ്രതിരോധം. സത്യത്തിന്റെ പ്രതിരോധമാണ് ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രതിരോധങ്ങൾക്ക് കരുത്തു വരുന്നത് സത്യമാവണം. സത്യമേവേ ജയതേ നമുക്കറിയാവുന്നതാണ്. കാൽവരി ക്രൂശിന്റെ അടിവാരത്ത് ശതാധിപൻ യേശുതമ്പുരാന്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദേശമെമ്പാടും പടർന്നു പന്തലിച്ച കൂരിരുട്ടിനെ സാക്ഷ്യമാക്കി ആ മഹത്തായ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞു. അവൻ സത്യമായും കർത്താവായിരുന്നു. ഈസ് ട്രൂലി ദ സേവിയർ. മശിഹ ആയിരുന്നു. സത്യത്തിന്റെ ഉദ്ഘോഷണമാണത്. അല്പം മുമ്പ് യേശുതമ്പുരാനെ ന്യായവിധിക്കായി ഹെരോദാവിന്റെ മുമ്പിലാക്കുമ്പോ ഹെരോദാവ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഒരക്ഷരം പോലും തമ്പുരാൻ മറുപടി പറഞ്ഞില്ല. ഒരക്ഷരം പോലും തമ്പുരാൻ മറുപടി
മറുപടി പറയാഞ്ഞതിന്റെ കാരണം സത്യത്തെ കൈനീട്ടി തൊടാനുള്ളതാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അതിലെ പിതാക്കന്മാർ പാടുന്നത്, അഗ്നിമയന്മാരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നതാണ്. അത് സത്യമാണ്, അതാണ് സത്യം. സത്യത്തെ കൈനീട്ടി തൊട്ടാൽ മതി. That's our defense. That's our defense. അതാണ് നാം ഉയർത്തുന്ന പ്രതിരോധം. ഈ ലോകത്തിൽ നാം ഉയർത്തേണ്ട പ്രതിരോധം അതാണ്. ഉയർപ്പ് പെരുന്നാളിൽ നമ്മൾ എന്താ പറഞ്ഞേ? അവൻ വാസ്തവമായും കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He is truly resurrected from the tomb. വാസ്തവമായി അവൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സത്യമാണ് നിൽക്കാനുള്ള കരുത്ത്. ആൾക്കൂട്ടത്തിന്റെ കരുത്തല്ല നമുക്ക് വേണ്ടത്, സത്യത്തിന്റെ കരുത്താണ് നമുക്ക് വേണ്ടത്. ഒറ്റയ്ക്ക് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. സത്യത്തിന്റെ കരുത്തുണ്ടെങ്കിൽ ഐസൊലേഷൻ നമുക്ക് സാധിക്കും, ക്വാറന്റൈൻ നമുക്ക് സാധിക്കും. ഇയ്യോബിനെ ധ്യാനിക്കുക. ഇയ്യോബ് സത്യത്തിന് വേണ്ടി എന്തൊരു ഗംഭീരമായ നിൽപ്പാണ് നടത്തിയത്. ഇത് ഗംഭീരമായ നിലനിൽപ്പാണ് നടത്തിയത്. സങ്കടങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാ സത്യത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കാതെ പോകുന്നത്. സങ്കടങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാ ധീരമായി നിൽക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും വേഴ്സ് ആയതിനെ നേരിടുവാൻ നമുക്ക് സാധിക്കുമോ? The most worst situations in your life. ഇത് കൺവെൻഷൻ വേദിയിൽ അധികം ആളുകൾ പങ്കുവെക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സംസാരിക്കുന്നത് the pleasant moments, the happiest moments, the blessed moments, and they are talking elaborately about the blessings, abundance. അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്, are you ready to face the worst situation in your life? ജീവിതത്തിന് ഏറ്റവും വേഴ്സ് ആയ സിറ്റുവേഷനെ നേരിടുവാൻ are you prepared? Are you ready? നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനെ നേരിടാൻ കഴിയണമെങ്കിലാണ് അച്ഛൻ പറയുന്നത് the empowerment of truth, the defense of truth. സത്യം കൊണ്ടുള്ള ഒരു വിശുദ്ധീകരണം നമുക്ക് വേണ്ടത്. സത്യത്താലുള്ള ഒരു വിശുദ്ധീകരണം, the sanctification by truth, നമ്മുടെ ജീവിത അനുഭവത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുക. 3 കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക ഈ കൊറോണ കാലത്ത്. എല്ലാവരും ചോദിക്കും, എന്തിനാ ഈ കൊറോണ വൈറസ് വന്നേ? ഈ കൊറോണ വൈറസ് എന്തുകൊണ്ടാണ് മരുന്ന് കണ്ടുപിടിക്കാത്തേ? ഇത് എന്നാ തീരുക? 3 ചോദ്യങ്ങൾ, എന്റെ ഉത്തരങ്ങൾ. Our God has a right, our God has a reason, and God has a reward. 3 കാര്യങ്ങൾ മറന്നു പോകരുത്. Our God has a right, our God has a reason, and God has a reward. നമ്മുടെ ദൈവത്തിന് ഇതിനൊരു അവകാശമുണ്ട്. നമ്മുടെ ദൈവത്തിന് ഇതിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ദൈവം ഇതിനു വേണ്ടി ഒരു പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ചിന്തകൾ നിങ്ങളെ ബലപ്പെടുത്തുമെന്നാണ് എൻ്റെ ചിന്ത. ദൈവാത്മാവിനോട് സംസാരിപ്പാൻ നിർബന്ധിച്ചത് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. പൗലോസ് അപ്പോസ്തലന്റെ ശ്രേഷ്ഠമായ വാക്ക്, in the midst of his mental, personal agonies, aspirations, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ പറഞ്ഞു, ആർ ബലഹീനനായിട്ടും ഞാൻ ബലഹീനനാകാതിരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ടും ഞാൻ അടലില്ലാതെ ഇരിക്കുന്നു. Who is weak, I am not weak. Who is made to stumble, I do not faint with indignation. നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ ശ്രേഷ്ഠമായ തലം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമോ? അത് പങ്കുവെക്കുവാൻ ചില പ്രതിരോധങ്ങൾ ആവശ്യമാണ്. Yes, our defenses to our humiliations, our defenses to our setbacks, our defenses to our weakness, and our defense of truth. നമുക്ക് പറയാൻ പറ്റും, I am not weak, I am strong. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.